1991 കേരളത്തിലെ 7ാമത്തെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജായി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആരംഭിച്ചു. ഇന്ന് കേരളത്തിലെ തന്നെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് RIT. പഠന മികവിനോടൊപ്പം തന്നെ കലാപരമായ പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പല ഓർഗനൈസേഷൻസും ക്ലബ്ബുകളും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. 1999 RITയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥാപിതമാകുന്നത്. സ്ഥാപിതമായി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിഭാഗം നവീകരണത്തിലൂടെയും അക്കാഡമിക് മികവിലൂടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നമസ്കാരം. 1999 RITയിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നത്. 2000 ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു. അന്ന് നമ്മുടെ ആദ്യത്തെ HOD പ്രൊഫസർ സൂസിനെ ബി മാഡം ആയിരുന്നു. ഞാനൊക്കെ അന്ന് ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ്, എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് മുതൽ ഫസ്റ്റ് ബാച്ചിനെ മുതൽ RITയിലെ ഫസ്റ്റ് ബാച്ചിനെ മുതൽ എനിക്ക് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രമല്ല കോ കരിക്കുലറും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. അവർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വളരെയധികം പുരസ്കാരങ്ങൾ നേടിത്തന്നിട്ടുണ്ട്. നമ്മുടെ RIT CSE അലുമിനിയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഇന്ന് ലോകമെമ്പാടുമുള്ള മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നത്. അവർ ഇന്നും കോളേജുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വളരെ നല്ലൊരു അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. അവർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വളരെയധികം കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ കോളേജിലെ പല പ്രോഗ്രാമുകളും വളരെ നന്നായി തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ നമ്മുടെ കോളേജിൻ്റെ 25ാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാരംഭം എന്നുള്ള നിലയിൽ എൻസെമ്പിൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. അതിൽ കുട്ടികളുടെ ആ ഒരു കോർഡിനേഷനും യൂണിറ്റിയും എല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. അവരുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ HOD എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു കാര്യമായിരുന്നു അത്. ഇനിയിപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷൻസിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയുള്ള കുട്ടികളുടെ പ്രവർത്തനത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു. അതിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 85% വിജയശതമാനം എല്ലാ വർഷവും കരസ്ഥമാക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളിൽ 90% പേരും ഓരോ വർഷവും വിവിധ ജോലികളിൽ പ്രവേശിക്കുന്നു. UG കോഴ്സുകൾക്ക് 2015-16 അധ്യയന വർഷം മുതൽ തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചു വരുന്നു. 2003, 2005, 2009, 2011, 2017 എന്നീ വർഷങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി റാങ്ക്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്റ്റുഡന്റ് അച്ചീവ്മെന്റ്സ് ഓഫ് CS ഡിപ്പാർട്ട്മെന്റ്. അഭിജിത്ത് K 2019 മികച്ച വിദ്യാർത്ഥി സന്നദ്ധ പ്രവർത്തകൻ IEEE കൊച്ചി ഉപവിഭാഗം. യബി എബ്രഹാം, അക്ഷത നായിക്, അഷ്ന ഇഖ്ബാൽ, കൃഷ്ണ മധു മലയാള മനോരമ യുവ മാസ്റ്റർ മൈൻഡ് 2018 ഫൈനൽ റൗണ്ട് മത്സരത്തിലേക്ക് പ്രൊജക്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മുഹമ്മദ് ഷിബിൻ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2019 ഗ്രാൻഡ് ഫിനാലെയുടെ ഷോർട്ട് ലിസ്റ്റിൽ പേര് പതിഞ്ഞു. ജസ്മി ലത്തീഫ് മികച്ച പേപ്പർ അവാർഡ്, 2ാം ഇന്റർനാഷണൽ എഞ്ചിനീയറിംഗ് സയന്റിഫിക് ടെക്നോളജിയിലെ സമീപകാല പ്രവണതകളെക്കുറിച്ചുള്ള സമ്മേളനം 2020. റൂബൻ ജോസഫ് Kerala-Rescue.in എന്ന വെബ്സൈറ്റിന്റെ സ്ഥാപക അംഗം. ഒരു കേരള ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് IT മിഷൻ IEEE കേരള വിഭാഗത്തിന്റെ സംരംഭം. അർജുൻ വിജയൻ, വൈശാഖ് S. കുമാർ. ശ്രീ ജോസ് കെ മാണി MP നേതൃത്വത്തിൽ നടത്തിയ 1 MP 1 ഐഡിയ മത്സരത്തിൽ ഇവർ വികസിപ്പിച്ചെടുത്ത ഓട്ടോമേറ്റഡ് സാനിറ്റൈസിംഗ് സിസ്റ്റം 2ാം സമ്മാനം 1.5 ലക്ഷം രൂപ കരസ്ഥമാക്കി. കമൽ ജോൺസൺ, ബാലമുരളി M, അർജുൻ വിജയൻ, J. ശശാങ്ക് ബാബു ഇവർ വികസിപ്പിച്ചെടുത്ത ഓട്ടോമേറ്റഡ് വെൻറ്റക്സ് മെഷീൻ സൃഷ്ടി 2020 ദേശീയ തലത്തിലുള്ള സാങ്കേതിക പ്രൊജക്ട് എക്സിബിഷൻ ആൻഡ് കോമ്പറ്റീഷൻ മത്സരത്തിൽ ഏറ്റവും ജനപ്രിയമായ പ്രൊജക്ട് എന്ന പദവി ലഭിച്ചു. സിഗ്നിഫിക്കന്റ് ഫാക്കൽറ്റി അച്ചീവ്മെന്റ്സ് ഓഫ് CS ഡിപ്പാർട്ട്മെന്റ്. പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ K 1 MP 1 ഐഡിയ മത്സര വിജയികളുടെ ഉപദേഷ്ടാവ്. ഡോക്ടർ ശോഭന NV റിസർച്ച് എക്സലൻസ് അവാർഡ് STEM റിസർച്ച് സൊസൈറ്റി.
മികച്ച അധ്യാപിക അവാർഡ് ISTE 2017. മാമിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ RIT CS ഡിപ്പാർട്ട്മെന്റിലെ HOD ആയ വർഷങ്ങളും അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളും കൂടിയാണ് ഈ അവാർഡിന് അർഹയാക്കിയത്. RIT കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിലെ നേട്ടങ്ങളുടെ സമ്പന്നമായ ശേഖരത്തിലേക്ക് സംഭാവന ചെയ്ത ഓരോ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ സർവീസിൻ്റെ ഭൂരിഭാഗവും ഞാൻ RIT എഞ്ചിനീയറിംഗ് കോളേജിലാണ് ചെലവഴിച്ചത്. കേരളത്തിൻ്റെ മറ്റു പല എഞ്ചിനീയറിംഗ് കോളേജസിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും RIT എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ 2-3 കാര്യങ്ങളാണ്. ഒന്നാമത് അക്കാദമിക്കും പരമായി വളരെയധികം നിലവാരം പുലർത്തുന്ന, അതായത് നമ്മുടെ കേരള എൻട്രൻസ് എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ വളരെ ഉയർന്ന റാങ്കുകളിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ വരുന്നത് കൂടുതലും. കൂടാതെ അക്കാദമിക്കും പരമായി മാത്രമല്ല മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും വളരെയധികം മികവ് പുലർത്തുന്ന അല്ലെങ്കിൽ വളരെ മാന്യത പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് ഈ കോളേജിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയധികം ഈ വർഷം ഇവിടെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് RIT എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മുടെ CS ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മിക്ക ബാച്ചുകളുടെയും വിദ്യാർത്ഥികളെ എനിക്ക് പരിചയമുണ്ട്. അവരോട് ഒരു നല്ലൊരു കോളേജിൻ്റെ ഭാഗമായി, നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ ഒരു ഭാഗ്യമായും ഞാൻ കരുതുന്നു. അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടുത്തെ ഒരു ഫാക്കൽറ്റി മെമ്പർ എന്നുള്ള നിലയിൽ മാത്രമല്ല, നമ്മുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അലുമിനി കോർഡിനേറ്റർ എന്നുള്ള നിലയിലും കൂടി എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും തുടർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങിയവരുമായിട്ടും നല്ലൊരു ബന്ധം നിലനിർത്തി പോരുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർണായകമായ പല നാഴികക്കല്ലുകളിലും നമ്മളിവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും കൂടാതെ പഠിച്ചിറങ്ങിയ അലുമിനി സ്റ്റുഡൻസിൻ്റെയും ഒരുപാട് നിസ്തുലമായ സേവന സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാണ്. 25 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ ഈ മഹത്തായ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും നാൾ ജോലി ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും ഇനി ഭാവിയിൽ പഠിച്ചിറങ്ങാനുള്ള ഓരോരുത്തർക്കുമുള്ള എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ അറിയിക്കുന്നു. RITയിലെ വിദ്യാർത്ഥികളെ പഠനശേഷം നല്ല ജോലി ലഭിക്കാൻ സഹായിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കമ്പനിയിൽ ചേരുമ്പോൾ ആവശ്യമായി വരുന്ന ടെസ്റ്റുകൾക്കും ഇന്റർവ്യൂകൾക്കും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നു. ഇംഗ്ലീഷ് സംസാരം, കമ്പ്യൂട്ടർ ഉപയോഗം, എങ്ങനെ ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂ നേരിടാം എന്നുള്ളതും മികച്ച അധ്യാപകർ തന്നെ പരിശീലിപ്പിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അവസരങ്ങൾ CGPCയുടെ മികവ് കാണിക്കുന്നത് തന്നെയാണ്. നിലവിൽ എബിൻ M. മാനുവൽ സാറിന്റെ നേതൃത്വത്തിലാണ് CGPC പ്രവർത്തിക്കുന്നത്. നമുക്ക് 5 ലാബാണുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബ്, നെറ്റ്വർക്കിംഗ് ലാബ്, DBMS ലാബ്, അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ലാബ്, ഹാർഡ്വെയർ ലാബ്. നമ്മൾ BTech സ്റ്റുഡൻസിന് MTech സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ലാബ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. നമ്മൾ സർവർ മെഷീൻ വഴിയാണ് ലാബ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. Intel Core i3, i5, i7 അതുപോലെ AMD Athlon മെഷീൻസാണ് നമുക്കുള്ളത്. ഓരോ ലാബിലും 40 കമ്പ്യൂട്ടറുകൾ വീതമാണ് നമുക്കുള്ളത്. എല്ലാ സ്റ്റുഡൻസിനും അറ്റ് എ ടൈമിൽ ലാബ് ഫെസിലിറ്റി ചെയ്ത് തീർക്കുവാനുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് MTechനും BTech സ്റ്റുഡൻസിനും മതിയായ അളവിൽ ലാബ് ലഭിക്കുന്നുണ്ട്. കൂടാതെ എക്സ്ട്രാ സമയത്ത് നമ്മൾ ആവശ്യമെങ്കിൽ അത് ബ്രേക്ക് സമയത്തോ അല്ലെങ്കിൽ സാറ്റർഡേസിലൊക്കെ നമ്മൾ ലാബ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് സർവറിൽ ചെയ്യുന്നത് കാരണം അവരുടെ പ്രോഗ്രാമുകൾ ഏത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റികളും പാസ്വേഡ് പ്രൊട്ടക്ഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപിടി ഓർമ്മകൾ സമ്മാനിക്കുകയും അതിന് 10 മടങ്ങ് നിറം പകരുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും. ഇനി വരുന്ന ജൂനിയേഴ്സിനും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ സമ്മാനിക്കാനും കരിയറിൽ തിളങ്ങാനും ഇവിടെ നിന്ന് സാധിക്കട്ടെ.
വെറുമൊരു കെട്ടിടത്തിനപ്പുറം സൗഹൃദത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീക്ഷയുടെയും ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ, ഒരു കൂട്ടം എഞ്ചിനീയർമാരുടെ ഒരു കുടുംബമാണ് നമ്മുടെ സ്വന്തം CS. ഏവർക്കും സിൽവർ ജൂബിലി ആശംസകൾ.